ഹലോ ആൻഡ് വെൽക്കം. ഇന്ന് വേൾഡ് ഓഫ് ഫൈനാൻസിലെ എക്സൈറ്റിംഗ് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് നെക്സസ് എന്താണെന്ന് നോക്കാം. ക്രോസ് ബോർഡർ പേയ്മെൻറ്റുകൾ വേഗത്തിലും സുഗമവുമാക്കുന്ന ഈ പുതിയ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. 2024 ജൂൺ 30 സ്വിറ്റ്സർലൻഡിലെ ബാസൽ നഗരത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുമായി ചേർന്ന് പ്രോജക്റ്റ് നെക്സസ് കരാറിൽ പങ്കാളിയായി. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് BIS നയിക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം ക്രോസ് ബോർഡർ റീറ്റെയിൽ പേയ്മെന്റ്സ് ഈസിയാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്നതാണ്. BIS ഇന്നൊവേഷൻ ഹബിന്റെ പുതിയ പദ്ധതിയായിട്ടുള്ള നെക്സസിൽ അംഗമായിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എയിം ചെയ്യുന്നത് ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI സിസ്റ്റത്തിനെ മറ്റ് ASEAN രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളുടെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുക എന്നതാണ്. പേയ്മെന്റുകൾ കൂടുതൽ എഫിഷ്യൻ്റായും കോസ്റ്റ് എഫക്റ്റീവായും ഫാസ്റ്റായി നടത്തുവാൻ ഇതുമൂലം സാധിക്കും. ഈ പദ്ധതിയുടെ സഹകരണ സ്വഭാവം എടുത്തുകാട്ടുന്ന ഒരു പ്രത്യേക വസ്തുത ആദ്യഘട്ടം മുതൽ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ്. സമഗ്രമായ ഒരു ബ്ലൂ പ്രിന്റ് നെക്സസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റത്തെ മറ്റ് രാജ്യങ്ങളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്ന രീതിയെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും രാജ്യങ്ങൾക്കിടയിൽ ഇൻസ്റ്റന്റ് ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് സാധ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ചിലവേറിയതും സങ്കീർണവുമായിരുന്നു. ഇതിന് കാരണം ഒന്നിലധികം ബാങ്കുകളെയും കറസ്പോണ്ടന്റ് അക്കൗണ്ടുകളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്നു. നെക്സസ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 60 സെക്കൻഡുകൾക്കുള്ളിൽ പേയ്മെന്റുകൾ നടത്താൻ കഴിയുന്ന സിസ്റ്റം എനേബിൾ ചെയ്യുന്നു. അതോടൊപ്പം കുറഞ്ഞ ഫീസും മൊബൈൽ ഉപയോഗിച്ചുള്ള സിമ്പിൾ ആക്സസ് ഫെസിലിറ്റിയും ഈ സിസ്റ്റം എളുപ്പവും കാര്യക്ഷമവും ആക്കുന്നു. 2022 നെക്സസ് പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ പ്രൊജക്റ്റ് പല ഘട്ടങ്ങളിലൂടെയാണ് പുരോഗമിച്ചത്. യൂറോ സിസ്റ്റത്തിന്റെ TIPS, മലേഷ്യയുടെ RPP, സിംഗപ്പൂരിന്റെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധിപ്പിച്ച ഡൊമസ്റ്റിക് ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റങ്ങൾ. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രൊജക്റ്റിൽ അംഗമാകാൻ താൽപ്പര്യമുള്ള ഏത് രാജ്യങ്ങൾക്കും അവരുടെ ഡൊമസ്റ്റിക് പേയ്മെന്റ് സിസ്റ്റം നെക്സസിൽ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. 2026 പ്ലാറ്റ്ഫോം സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതുതായി സ്ഥാപിതമായ നെക്സസ് സ്കീം ഓർഗനൈസേഷൻ NSO ആണ് നെക്സസ് പ്ലാറ്റ്ഫോം നിയന്ത്രിക്കുന്നത്. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് BIS ഒരു അഡ്വൈസറി റോളും വഹിക്കുന്നു. അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് നെക്സസ് സ്കീം ഓർഗനൈസേഷൻ. ബാങ്ക്സ് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലാറ്റ്ഫോം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ലക്ഷ്യങ്ങളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു. ബോർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളായ ക്രോസ് ബോർഡർ പേയ്മെന്റുകളുടെ കാര്യക്ഷമത, ആക്സസിബിലിറ്റി, ട്രാൻസ്പെറൻസി, സെക്യൂരിറ്റി എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ നെക്സസ് പ്ലാറ്റ്ഫോം വലിയ പങ്കുവഹിക്കുന്നു. ചുരുക്കത്തിൽ, പ്രോജക്റ്റ് നെക്സസ് അന്താരാഷ്ട്ര പേയ്മെന്റുകൾ നടത്തുന്ന രീതിയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. നെക്സസ് ഉപയോഗിച്ച് വ്യക്തികൾക്കും വ്യവസായങ്ങൾക്കും ലോകമെമ്പാടുമുള്ള ആർക്കും ക്രോസ് ബോർഡർ പേയ്മെന്റ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും ചെയ്യാൻ സാധിക്കുന്ന മഹത്തായ ചുവടുവയ്പായി മാറുന്നു. Don't forget to like, subscribe and hit the bell icon for more incredible stories from the world of finance and technology. Until the next time, stay curious and stay safe.